ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഇപ്പം പറയാൻ പോവാണ്. ഇവിടെ നോക്കുമ്പോൾ ഒരു ഹൗസ് കീപ്പിംഗ് കാര്യമാണ്. നമ്മൾ ഇവിടെ കാനഡയിൽ ഏത് പ്രോഗ്രാം വന്നപ്പോഴും ഹൗസ് കീപ്പിംഗ് കാര്യം പറയേണ്ടതുണ്ട്. പറയാൻ മറന്നുപോയി, സോറി. ഇൻ കേസ് ഓഫ് എമർജൻസി, എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ രക്ഷപ്പെട്ടോളണം എന്നാണ് പറയാൻ പറ്റുന്നത്. എമർജൻസി ഉണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ഡോറുകൾ, ഇതിലെ ഒരു എക്സിറ്റ് ഡോർ ഉണ്ട്. പിന്നെ ഏറ്റവും ബാക്കില് നിങ്ങൾ എന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് ഒരു എക്സിറ്റ് ഉണ്ട്. അത് സ്റ്റേഴ്സ് ആണ്. എമർജൻസി വരുമ്പോൾ, ഫയർ വരുമ്പോൾ എലവേറ്റർ യൂസ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റെയർ വഴി മാത്രം രക്ഷപ്പെടുക. അപ്പം അതൊരു ഹൗസ് കീപ്പിംഗ് കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ എക്സിറ്റ് ഡോറുകൾ ഒന്ന് കണ്ടുവയ്ക്കാം. ഓക്കെ, നമ്മൾ ഇനി സമയം കളയാതെ അടുത്ത പരിപാടിയിലേക്ക് പോവാണ്. അടുത്ത വളരെ വിശിഷ്ടമായ ഒരു പ്രോഗ്രാമാണ് നടക്കാൻ പോകുന്നത്. വെൽക്കം സ്പീച്ച് ആണ്, സ്വാഗത പ്രസംഗം. സ്വാഗത പ്രസംഗത്തെ പറ്റി പറയുമ്പോൾ സ്വാഗത പ്രസംഗകരെ പറ്റി പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. നമ്മുടെ സ്വാഗത പ്രസംഗകൻ എന്ന് പറയുന്നത് സ്വാഭാവികമായും സുന്ദരനാണ്, സുമുഖനാണ്, സുശീലനാണ്, സരസ്വഭാവമാണ്. ഇൻസ്റ്റാഗ്രാമിലില്ല, പക്ഷെ ഫേസ്ബുക്കിലുണ്ട്. പിന്നെ ചാറ്റ് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ ചാറ്റ് ജിപിടി ഇഷ്ടമാണ്. പിന്നെ മെസ്സഞ്ചറിൽ ചെറുതായിട്ട് കളികളൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹം പിന്നെ ബാച്ചുറാണ്, പക്ഷെ വിവാഹിതൻ, 2 കുട്ടികളുടെ പിതാവുമാണ്. തീരെ അഹങ്കാരമൊന്നും ഇല്ലാത്ത മനുഷ്യൻ. നമ്മുടെ കാനഡയില് 2ാമത്തെ ബിസി ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് നമ്മുടെ കാനഡിയൻ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണിയാണ്. അപ്പൊ നിങ്ങൾ 1ാമത്തെ ആളാണ്. അത് നമ്മുടെ MKCയുടെ പ്രസിഡന്റ് ജസ്റ്റിൻ ആണ്. The one and only Justin that is coming to the diaspora. Come on, give him a big applause. Justin on the stage. അതെ, ഇതൊരു അടിപൊളി ബോളിവുഡ് ഫിലിം കണ്ടു. Justin on stage. ജസ്റ്റിൻ നമ്മുടെ എത്രയായ സാരഥിയാണ് നമ്മുടെ MKCയുടെ. അടുത്ത വർഷം ഇനി വരാൻ പോകുന്ന MKCA ഇലക്ഷനിൽ ജസ്റ്റിന് വൻ ഭൂരിപക്ഷത്തോടുകൂടി വോട്ട് കൊടുത്ത് നമ്മളെല്ലാവരും വിജയിപ്പിക്കണമെന്നുള്ള ഒരു വോട്ട് ചോദ്യം കൂടെ ഇവിടെ ഈ വേദിയിൽ വെച്ച് ഞാൻ ചോദിക്കാൻ ധൈര്യപ്പെടുകയാണ്. ഓൺലി വൺ കണ്ടീഷൻ, ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ വോട്ട് തരാറുള്ളൂ. പ്രോഗ്രാമില്ലെങ്കിൽ വോട്ട് തരരുത്. ഓക്കെ, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ആദ്യം തന്നെ MKCയുടെ പേരിലുള്ള തിരുവോണ ആശംസകൾ നേരുകയാണ്. സദ്യയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സത്യസന്ധമായിട്ട് എത്ര പേർക്കും പറയാൻ ഇഷ്ടപ്പെട്ടത്? താങ്ക് യു സോ മച്ച്. അത് നമ്മൾ ഈ പ്രാവശ്യം ലോക്കലി സോഴ്സ് ചെയ്യുകയാണ്. നമുക്ക് എഡ്മണ്ടിൽ നിന്ന് എല്ലാ വർഷവും കൊണ്ടിരുമ്പോൾ നമുക്കൊരു റിസ്ക് ഉണ്ട്. 5 to 6 hours ട്രാവലിന് ചിലപ്പോൾ ഫുഡ് കേടാകും. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം ലോക്കലി തന്നെ സോഴ്സ് ചെയ്തു. അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് ആക്ച്വലി റെക്സ് ആൻഡ് ഇത് കോർഡിനേറ്റ് ചെയ്ത് പിന്നെ ഒത്തിരി പേരുണ്ട്. അത് ആലിസൺ പറയും, ഓട്ടോ ടാക്സി പറയും, ഞാനത് പറഞ്ഞു വിട്ടു. അപ്പൊ നമ്മള് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ തിരുവോണം ആഘോഷിച്ചത് തിരുവോണത്തിന് ശേഷമായിരുന്നെങ്കിൽ ഈ വർഷം നമ്മൾ തിരുവോണത്തെ വരവേൽക്കുവാനായിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. മലയാളികളെ നമ്മൾക്കറിയാം, ഓണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെ വളരെ മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് എപ്പോഴും വന്നു ചേരുന്നത്. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങൾ ഓണപ്പൂക്കളവും നാടൻ പാട്ടുകളും ഒക്കെ ആയിട്ട് തിരുവോണത്തിൽ നമ്മൾ വളരെ സ്വാദിഷ്ടമായിട്ട് കഴിക്കുന്ന തിരുവോണ സദ്യ ഫാമിലി എല്ലാവരുമായിട്ട് ചേർന്ന് അങ്ങനെ വളരെ വളരെ സുന്ദരമായിട്ടുള്ള ഓർമ്മകൾ. അപ്പം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ വീണ്ടും അത് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുവാനായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അപ്പം ഈ അവസരത്തിൽ നിങ്ങളെ എല്ലാവർക്കും ഈ 2025 ഓണം ഫെസ്റ്റിലേക്ക് ഞാൻ MKCയുടെ പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു. വെൽക്കം ടു 2025 ഓണം ഫെസ്റ്റ്.